ഹലോ ഹലോ, ഇതാരാ? ഹലോ. ആരാ മോളെ അത്? അറിയില്ലച്ചാ, ഏതോ റോങ് നമ്പരാ. നെഞ്ചിലൊരു കൊള്ളിമീൻ തറഞ്ഞതുപോലെ ഒന്നും മനസ്സിലാക്കാതെ ഒരു നിമിഷം അവൾ അങ്ങനെ നിന്നു. അല്പസമയത്തേക്ക് മനസ്സ് വീണ്ടെടുത്തവൾ നേരൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ഓട്ടോ. ഓട്ടോയിൽ കയറിയിരിക്കുമ്പോഴും അവളുടെ മനസ്സാകെ കുഴഞ്ഞു മറിയുകയായിരുന്നു. ഹൃദയത്തിൻ്റെ വേഗത പോലും കൈവിട്ടു പോകുന്ന അവസ്ഥ. എന്നാലും ആരാ അയാള്? എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ച്? എൻ്റെ അച്ഛൻ്റെ സർജറി അത് അയാൾ എങ്ങനെ അറിഞ്ഞു? ആരും എന്നെ പിറകിലുള്ളത് പോലെ, ആരും എന്നെ പിന്തുടരുന്ന പോലെ. ദൈവമേ, എന്തൊക്കെ പരീക്ഷണങ്ങളാ എനിക്ക്. ഏറെ നേരത്തെ യാത്ര തിരക്കുള്ള റോഡുകളും കഴിഞ്ഞ് ഒരു ചെറിയ ഇടനാഴിയിലൂടെ ആ വണ്ടി ഒരു പഴയ വീടിന് മുന്നിൽ നിന്നു. ദേവനിയുടെ സ്വന്തം വീട്. വീടിന് മുന്നിലിറങ്ങി അവൾ ആ വീട്ടിലേക്ക് നോക്കി. എപ്പോൾ വേണമെങ്കിലും പടിയിറങ്ങേണ്ടി വരാവുന്ന താൻ ജനിച്ചു വളർന്ന വീട്. ചേച്ചി ചേച്ചി, ഓട്ടോക്കാരൻ വിളിച്ചപ്പോഴാണ് അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയത്. കാശ് തന്നാ ഞാനങ്ങ് പോകായിരുന്നു. എത്രയായി? 250. 250? 250 ഗുണം വരെ വരാൻ കൂടുതലല്ലേ? എന്താ ചേച്ചി പറയുന്നത്? ഇത്രയും ദൂരം വരെ 250 ആവും. ചേച്ചി അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും കേട്ടു നോക്ക്. തൻ്റെ കാലിയായ ബാഗിലേക്ക് അവൾ ഉറ്റുനോക്കി. ആകെ ഉണ്ടായിരുന്ന 2 കഷ്ണം 100-ൻ്റെ നോട്ടും അല്പം ചില്ലറയും അവൾ അയാളെ ഏൽപ്പിച്ച് അച്ഛനെ ഓട്ടോയിൽ നിന്നിറക്കി വീട്ടിലേക്ക് കയറി. വീടൊക്കെ ഒരു പരുവായിരിക്കണം ഇല്ലേ കുട്ടിയെ? എത്ര ദിവസമായി ഈ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട്. അതൊന്നും സാരില്ല അച്ഛാ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. എല്ലാം ഞാൻ നോക്കിക്കോളാം. അച്ഛനെ അത്ത് കയറി അല്പം കിടക്കാൻ നോക്ക്. ഞാൻ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തരാം. അച്ഛന് വിശക്കുന്നില്ലേ? അച്ഛന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അവൾക്ക്. അറ്റം പറ്റിക്കിടക്കുന്ന അരിക്കലത്തിൽ നിന്നും ഒരു പിടിയേരി അവൾ വടിച്ചെടുത്തു. കഴുകി അടുപ്പ് കൂട്ടി. തനിക്ക് കഴിക്കാനുണ്ടാകില്ലെങ്കിലും അച്ഛൻ്റെ വയറ് നിറയ്ക്കാൻ ഇത് മതിയാകുമെന്നതായിരുന്നു അവൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ആശ്വാസം.